ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ 15 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. പെരുങ്കളിയാട്ടം 4 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടാലോ. ഞങ്ങൾ വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലെത്തി. അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് മെയിൻ എൻട്രൻസിൽ നിന്ന്. അങ്ങനെ നടന്ന് ഞങ്ങളത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന നട. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ക്ഷേത്ര തിരുമുറ്റത്ത് മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തോറ്റം കണ്ടിട്ട് ഒത്തിരി തിരക്കുണ്ടായിരുന്ന കാരണം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഭഗവതിയുടെ തോറ്റമാണിത്. ഞങ്ങൾ അതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി ഭണ്ഡാരത്തിൽ പൈസയൊക്കെ ഇട്ട് മതിലിന് വെളിയിൽ ചേറിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ട് ബാക്കി ക്ഷേത്ര ചടങ്ങുകൾ കാണിച്ചു. മുച്ചിലോട്ട് ഭഗവതിയുടെ തോറ്റം ദേവിയുടെ കോമരങ്ങളോടും കൂടി ചേർന്ന് ശ്രീകോവിലിന് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ചിട്ടാണ് തോറ്റം അവസാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഞങ്ങൾ നെയ്യാട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. ഇത് എല്ലാ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടങ്ങളുടെയും ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതിപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് തിരുനടയിലെത്തിയിരിക്കുകയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള 3 പ്രദക്ഷിണങ്ങളും പൂർത്തിയാക്കി ദേവിയുടെ കോലധാരി അണിയറയിലേക്ക് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. തോറ്റത്തിനും അതിനോടനുബന്ധിച്ച് മറ്റ് ചടങ്ങുകൾക്ക് ശേഷം ഇനി പുലിയൂർക്കണ്ണൻ ദൈവത്തിൻ്റെ വെള്ളാട്ടമാണ്. ശിവപാർവതിമാർ പുലിവേഷത്തിൽ പുലിക്രീഡയിൽ മുഴുകിയപ്പോൾ 5 പുലിമക്കൾ പിറന്നു. അതിൽ ഏറ്റവും കുറുമ്പനായ ദൈവമാണ് പുലിയൂർക്കണ്ണൻ ദൈവം. നമുക്ക് പുലിയൂർക്കണ്ണൻ ദൈവത്തിൻ്റെ വെള്ളാട്ടം കാണാം. തെയ്യമൊക്കെ കണ്ട് പുറത്തുള്ള ഫോട്ടോ പോയിൻ്റാണിത്. പിന്നെ അവിടെ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നതിൻ്റെ സ്റ്റേജിൻ്റെ തൊട്ടടുത്തുള്ള തമ്പുരാട്ടിയമ്മയുടെ LED ലൈറ്റും കൊണ്ടുണ്ടാക്കിയ ഒരു രൂപമാണിത്. ഇതാണ് സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സ്റ്റേജ്. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ സാംസ്കാരിക പരിപാടി ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അപ്പോൾ അദ്ദേഹം വരേണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ. ഞങ്ങൾ അദ്ദേഹത്തെയും കണ്ടിട്ട് ഭക്ഷണശാലയിലേക്ക് പോവാണ്. കളിയാട്ടത്തിന് 4 ദിവസവും ഭക്ഷണമുണ്ട്. ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും ഒരു നേരവും, ഇടയിലുള്ള 2 ദിവസങ്ങളിൽ 2 നേരമായിട്ട് ലക്ഷക്കണക്കിന് ഭക്തർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഞങ്ങളങ്ങനെ ഭക്ഷണശാലയിലെത്തി. ഏതാണ്ട് 3000-ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഭക്ഷണശാലയാണ് കളിയാട്ടത്തിന് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളിത് ഇല വന്നു, വെള്ളത്തിന് ഗ്ലാസ് വന്നു. ഈ ഭക്ഷണം വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്.
ഞങ്ങളിരുന്ന് പെട്ടെന്ന് തന്നെ അവർ വിളമ്പി തുടങ്ങി. ആദ്യമായിട്ട് കൂട്ടുകറി വന്നു. ഞങ്ങൾക്ക് കണ്ണൂർക്കാർക്ക് ഇത് കൂട്ടുകറിയാണ്. അതിനുശേഷം അച്ചാർ വന്നു, പിന്നെ പച്ചടി വന്നു. പച്ചടിക്ക് ശേഷം ചോറും പുളിശ്ശേരിയും വന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകി പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നേരത്തെ കണ്ട സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ അവിടെ സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി വി ഡി സതീശനും പയ്യന്നൂർ MLA DI മധുസൂദനൻ, അങ്ങനെ കുറേ ഡിസ്റ്റിങ്ഷ്ഡ് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അതും കൂടി കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 8:30 അങ്ങനെ ഞങ്ങൾ ആദ്യ ദിവസത്തെ കളിയാട്ടം കണ്ടിട്ട് ഹനിക്ക് ടോയ്സും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്ര സമയം വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. കളിയാട്ടം എനിക്ക് ഇട്ടായിനി, നിങ്ങൾക്കും ഇട്ടായിനെങ്കിൽ പഠിക്കുന്നേ. കമൻറ്റിൽ ലൈക്കും ചെയ്യുന്ന സബ്സ്ക്രൈബും ചെയ്യുന്നത്. ബൈ ബൈ. തീ ഉമ്മ.